ഇന്ന് ആ സർക്കാർ പറയുന്നത് എന്താണ്? ഒരുമിച്ച് തുടരാം. എന്തു തുടരാം? അഴിമതിയോ, ശബരിമല കൊള്ളയോ, ഡോക്ടർമാരെ ദ്രോഹിക്കുകയോ, കർഷകർക്ക് കാശ് കിട്ടാത്തൊരു സ്ഥിതി തുടരാമെന്നോ? എന്താണ് തുടരാമെന്ന് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ ഓരോരോ ഫെയിലിയർ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഭരിച്ച ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഒരു റിപ്പോർട്ട് കാർഡ് മുമ്പിൽ വെക്കുക. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം ശരിയാക്കി, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു. ഇന്ന് അതല്ല കാണുന്നത്. ഓരോരോ മേഖലയിൽ, അത് വിദ്യാഭ്യാസമാണോ, കർഷക മേഖലയാണോ, മത്സ്യത്തൊഴിലാളി മേഖലയാണോ, ഇന്നിപ്പോ ഡോക്ടർമാർ സമരം, കുറച്ചു ദിവസം മുമ്പേ നമ്മൾ ആശാ വർക്കേഴ്സിന്റെ സമരം കണ്ടു. ഒരു ടോട്ടൽ 100% ഫെയിലിയർ ആയ സർക്കാരാണ് കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഭരിച്ച് 22 ലക്ഷം കോടി ചെലവാക്കിയ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോണം. ഇനി നാടിനെ ദ്രോഹിക്കരുത്. മതിയായി. ഡോക്ടർമാരും ഇന്ന് സമരം ചെയ്യുമ്പോൾ, ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഹെൽത്തും ക്ഷേമത്തിന്റെ ഏറ്റവും ഒരു ബാക്ക് ബോണായ ഒരു മേഖലയാണ്, ഒരു ഗ്രൂപ്പാണ്. അവരും സമരം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു, ഫോഴ്സ് ചെയ്യുന്നു. അതാണ് സ്ഥിതി. 10 കൊല്ലം ഭരിച്ചു, 22 ലക്ഷം കോടി ചെലവാക്കി, എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത് 10 കൊല്ലം ഭരിച്ചു. എന്നിട്ട് ഇതാണ് സ്ഥിതി. പോവാൻ സമയമായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് കോൺട്രിബ്യൂഷൻ? ബാറിന്റെ സമയങ്ങൾ വർദ്ധിക്കാം. ഇനിയിപ്പോ എന്താ 24 മണിക്കൂർ ബാർ നടക്കണമെന്നാണോ ഒരു വലിയ അച്ചീവ്മെന്റ് ഈ സർക്കാരിന്റെ? നശിച്ചു പോയ ഇക്കോണമി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായ സംസ്ഥാന സർക്കാരാണ്. ഇനി ബാർ കൂടുതൽ മണിക്കൂർ നടന്നാൽ ജനങ്ങളത് വാങ്ങിച്ച് കുടിച്ച് അതിന്റെ ഒരു എക്സൈസ് റവന്യൂ കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ജീവിക്കുന്ന ഒരു സ്ഥിതിയിൽ കൊണ്ടുവച്ചിരിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, കൂടുതൽ പറയുന്നില്ല. ഇതൊരു എന്താ പറയാ, എനിക്ക് തന്നെ ഒരു മലയാളിയായ ഞാനും എത്രയോ പേര് ഇത് കാണുമ്പോൾ വളരെ സങ്കടം. എല്ലാം ശരിയാവും എന്നാണ് പറഞ്ഞത് 10 കൊല്ലം മുമ്പേ. ഒന്നും ശരിയായില്ല. ഇന്ന് ബാർ വഴി ആണ് ഈ സർക്കാർ കാശുണ്ടാക്കുന്നത്. അവസാനം ലവ് ജിഹാദിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി, കഴിഞ്ഞ 10 കൊല്ലം ഒരു സമുദായത്തിന്റെ വോട്ടിന് വേണ്ടി എത്രയോ നാടിന്റെ എതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഹമാസിനെ വിളിച്ച് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യുക, അതുപോലെ തന്നെ മൂക്കിന് മുമ്പിൽ നടക്കുന്ന ലവ് ജിഹാദ്, ഇത് എല്ലാവർക്കും അറിയാം, ഇത് നടക്കുന്ന കാര്യമാണെന്ന്. അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാണ്ട് ഒരു മൗനമായിട്ട് ഇരിക്കുക. ഇതെല്ലാം അപകടമായ കാര്യങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു, ഇനിയിപ്പോ ഒന്നായി തുടരാമെന്ന് പറയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: CPMന്റെ സർക്കാർ പുറത്തു പോവാൻ സമയമായി. കോൺഗ്രസിന്റെ ഒപ്പം എനിക്ക് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒരു കാര്യത്തിലും ഇല്ല.